ഇൻവെർട്ടറിൻ്റെ വില കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയും ഇത് കൂടുതലായിരുന്നു എന്നൊക്കെ പലരും പറയാൻ ചാൻസ് ഉണ്ട്. വില കൂടുതലാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ്, നമ്മളെ പറ്റിക്കില്ല എന്നുള്ളൊരു ഉറപ്പുള്ളൊരു ചേട്ടനാണ്. ഹായ് ഗൈസ്, അഴിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട മാതിരി ഇന്ന് നമ്മളൊരു ഇൻവെർട്ടറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് കാശ് കൊടുത്ത് മേടിച്ചതാണ്, സ്പോൺസർഷിപ്പൊന്നുമല്ല. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ എന്തുകൊണ്ട് ചൂസ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാമല്ലോ. ഞാൻ പൊതുവേ വീട്ടിൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യാത്ത ഒരാളാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഓരോ ഡിവൈസിനും ഓരോ സ്റ്റെബിലൈസർ വെച്ച് മേടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എത്ര രൂപ വിലയുണ്ടെന്ന് അറിഞ്ഞൂടാ മേടിക്കാത്തതുകൊണ്ട്. നമ്മുടെ ഒരു ഡിവൈസിന് നമ്മൾ ഓരോ സ്റ്റെബിലൈസർ വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഫ്രിഡ്ജ്, ടി വി, എ സി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, എ സിക്കും ഫ്രിഡ്ജിനൊക്കെ നമ്മൾ എന്തായാലും സ്റ്റെബിലൈസർ മേടിച്ച് വെക്കണം. അതല്ലാതെ ഇപ്പോൾ 2 ടി വി 3 ടി വി ഒക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ടി വിക്ക് ഒരു സ്റ്റെബിലൈസർ, അതേമാതിരി ഇപ്പോൾ ഓഡിയോ സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ ഓഡിയോ സിസ്റ്റത്തിന് ഒരു സ്റ്റെബിലൈസർ, ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് പൈസ നമ്മുടെ അടുത്ത് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേമാതിരത്തെ ഒരു ഇൻവെർട്ടർ വെക്കുന്നത്. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ UPSും കൂടെയാണ്. അപ്പം അതായത് ഇതിനകത്ത് നമുക്ക് കമ്പ്യൂട്ടറും കൊടുക്കാം, അതേമാതിരി തന്നെ ബാക്കി നമുക്ക് അത്യാവശ്യം ഇൻവെർട്ടറിന് താങ്ങാവുന്ന തരത്തിലുള്ള എല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ കുത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആക്ച്വലി ഈ ബാക്കിൽ കാണുന്ന PC ഉണ്ട്, അതേമാതിരി തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു TV ഉണ്ട്, പഴയ നമ്മുടെ ലോഗോ ഇട്ടിരുന്ന TV ഉണ്ട്, അതേമാതിരി താഴത്തെ ഒരു TV ഉണ്ട്, പുറത്ത് വേറൊരു TVയും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡിവൈസുകളുണ്ട്. പിന്നെ 2 കമ്പ്യൂട്ടർ, റൗട്ടർ, നെറ്റ്വർക്കിങ്ങിൻ്റെ ഐറ്റംസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു UPS എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേമാതിരി വാട്ട്സ് കൂടി UPSേ പറ്റുള്ളൂ. ഇത് 1000 വാട്ട്സ് എന്നൊക്കെയാണ് പറയുന്നത്, 900 വാട്ട്സ് എന്നാണ് ഇതിന് പറയുന്നത്. എത്രയാവുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് മേടിച്ചതാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളും ഫീച്ചേഴ്സും പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് സാധനമുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ UPSൻ്റെ ബാക്ക് വശം, കണ്ടല്ലോ. ഇത് പലതരം ബാറ്ററികൾ ചൂസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു സ്വിച്ചാണ്, ട്യൂബുലർ ബാറ്ററി, ഫ്ലാറ്റ്, SMF, ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബാറ്ററിയുടെ പൊസിഷൻസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേബിള്, അതായത് മെയിനിലേക്ക് കൊടുക്കുന്ന കേബിൾ ഇതാണ് ഇൻപുട്ട് വരുന്നത്. ഔട്ട്പുട്ട് ഇവിടെയാണ് ഔട്ട്പുട്ട് കുത്തുന്നത്. വേറെന്താ, ഇവിടെ ഒരു നല്ല ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, ലോങ് ലാസ്റ്റ് പവർ പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ലൂമിനസിൻ്റെ സിസ്റ്റർ ഈ അമേസ് എന്ന് പറയുന്നത് ലൂമിനസിൻ്റെ സിസ്റ്റർ കൺസേൺ ആണെന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ കറണ്ട് 5.64 amps ആണ്, ഫ്രീക്വൻസി 50 Hz 1 phase, റേറ്റഡ് വോൾട്ടേജ് 220 volt AC ആണ്. ഓക്കെ, ഒരു സ്പെയർ ഫ്യൂസ് ഉണ്ട്, പിന്നെ വാറണ്ടി കാർഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് അമേസ് സൈൻവേവ് UPS 1075 + 12 volt എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫ്യൂസ് ബാക്കിൽ കാണുന്ന ഫ്യൂസിന് റീപ്ലേസ്മെൻ്റ് ആണ്, എന്തെങ്കിലും കാരണവശാൽ ഫ്യൂസ് അടിച്ചു പോയാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റലേഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇൻവെർട്ടറിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന സുഗാമിൻ്റെ ഇൻവെർട്ടറാണ്. അത് ഒരു പവർ അഡാപ്റ്റർ അടിച്ചു പോയതോടുകൂടെ ആ സുഗാമിൻ്റെ കത്തിക്കലും തീർന്നു. സുഗാമിൽ കുത്തിയിരുന്നൊരു പവർ അഡാപ്റ്ററാണ് അടിച്ചു പോയത്. അപ്പോൾ അത് കംപ്ലീറ്റ് ബാക്കിയുള്ള ഡിവൈസുകളെ രക്ഷിച്ച് അത് തന്നെ ചത്തു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു UPS മേടിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്, AN1075 മെയിൻസിൻ്റെ ഒരു ഇതുണ്ട്, ചാർജിങ്, ഇക്കോ മോഡ്, UPS, ലോ ബാറ്ററി, ഓവർലോഡ്, ഇത്ര സാധനമുണ്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്, ജസ്റ്റ് സാധാരണ പുഷ് സ്വിച്ചാണ്, പുഷ് ടു ഓൺ പുഷ് ടു ഓഫ് അല്ല, ജസ്റ്റ് പുഷ് സ്വിച്ചാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ബാക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് പോസിറ്റീവ് വയർ, നെഗറ്റീവ് വയർ, ഇത് ചാർജിങ് കേബിള്, പിന്നെ വരുന്നത് ഇത് ഔട്ട്പുട്ട്, ഇത് ഫ്യൂസ്. ഈ ഫ്യൂസാണ് നമുക്ക് ഒരെണ്ണം സെപ്പറേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അമേസിൻ്റെ പെട്ടി വരുന്നത്. നമുക്ക് കാണാം അമേസ് AN1075 Plus എന്നാണ്. 24 മാസം വാറൻറ്റി ഉണ്ട്, അതായത് 2 കൊല്ലം വാറൻറ്റി ഉണ്ട്.
പ്രൊട്ടക്ഷൻസ് വരുന്ന ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജ്, ഓവർലോഡ്, ഓവർ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലൊരു MCB, അതായത് ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യാനായിട്ട് MCB അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ പഴയ സുഗാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സിൻ്റെയൊക്കെ മാതിരത്തെ ഒരു പവർ അഡാപ്റ്റർ അതിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഷോർട്ടായി കത്തിപ്പോയി. അത് കത്തിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ UPS അടക്കമാണ് കത്തിപ്പോയത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴും MCB ഔട്ട്പുട്ടിൽ, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ MCB കൊടുക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ഡിസ്പ്ലേ ഇൻഡിക്കേഷൻസ് വരുന്ന മെയിൻ അവൈലബിൾ, ഇക്കോ മോഡ്, UPS മോഡ്, ബാറ്ററി ചാർജിങ് മോഡ്, ലോ ബാറ്ററി, ഓവർലോഡ്. അലാംസ് വരുന്നത് ബാറ്ററി ലോ പ്രീ അലാം, ബാറ്ററി ലോ, ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് ഫോൾസ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെ ബ്രാൻഡിങ് ഇതാണ്. പിന്നെ വരുന്നത് കീ ഫീച്ചേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. റഗഡ് ടെക്നോളജി ഡിസൈൻ ഫോർ ഹയർ പെർഫോമൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണല്ലോ. ഇതാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ 9200 രൂപ സംതിങ് ആണ് പറയുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് 6000 ചില്ലാൻ രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം വരുന്നത്. ഫോർ കൺസ്യൂമർ കംപ്ലയിൻസ് കോൺടാക്ട് കസ്റ്റമർ കെയർ, ലോങ് ലാസ്റ്റ് പവർ പ്രോഡക്ട്സ്. ഡൽഹിയിലാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. മാനുഫാക്ചറിങ്ങും ഡൽഹി തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എങ്ങും മെയ്ഡ് ഇൻ ചൈന എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കണക്ഷൻ കൊടുക്കാം. ഇതാണ് നമ്മുടെ പഴയ UPS സുഗാമിൻ്റെ. ഇതെനിക്ക് റീപ്ലേസ്മെൻറ്റ് UPS ആയിട്ട് തന്നതാണ്. മര്യാദയ്ക്ക് വയർ ചെയ്ത വീട്ടിൽ ഒരു UPS പിടിപ്പിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് ലൈനാണ് ഓഫ് ചെയ്യുന്നത്. ഈ മര്യാദയ്ക്ക് വയർ ചെയ്യാത്ത വീടാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അവർക്കുള്ള ഈ പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പ്ലഗ്. ഇത് നമുക്ക് ഊരിയെടുക്കാം. ഇത് തന്നെ നമ്മൾ പുതിയ UPSൽ ഇത് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, പവർ പ്ലഗാണ്. ഇനി നമ്മൾ ബാറ്ററി ടെർമിനൽ ഊരാൻ പോവാണ്. അപ്പം ഇത് ഊരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇൻവെർട്ടർ ഓഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ബാറ്ററി ടെർമിനൽ ഊരാൻ, അല്ലെങ്കിൽ ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ചെറിയ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ആ പ്ലഗ് എടുത്ത് ഡയറക്റ്റ് പ്ലഗിൽ കുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കേസ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലഗിന് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനെടുത്ത് കുത്തിയത്. മിക്കവാറും പലരുടെയും വീടുകളിൽ വയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്വിച്ച് സാധാരണ കാണാറില്ല. അപ്പം ഇപ്പോൾ ഞാൻ കുത്തുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൽ കുത്തുന്നതിന് മുമ്പ് അവിടെ സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ പ്ലഗ് കുത്താൻ പാടുള്ളൂ കേട്ടോ. ഇനിയത്തെ ദൗത്യം നമ്മൾ ബാറ്ററി പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് എടാകുടം പിടിച്ച സ്ഥലത്ത് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കാനും ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വെക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഒരു ട്രോളിയിൽ വെക്കുക. അതായത് ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ട്രോളിൽ സെറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഇൻവെർട്ടർ പിടിപ്പിക്കുന്നത്. മൊത്തം ടയേർഡായി. എടാകുടം സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം മൊത്തം വേർത്ത് നാശമായിട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കുളിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ എനിക്കെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ വില കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയും ഇത് കൂടുതലായിരുന്നു എന്നൊക്കെ പലരും പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മേടിച്ചത് 6300 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. വില കൂടുതലാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ്, നമ്മളെ പറ്റിക്കില്ല എന്നുള്ളൊരു ഉറപ്പുള്ളൊരു ചേട്ടനാണ്. ഇപ്പോൾ എൻ്റെ സുഗാമിൻ്റെ ഇൻവെർട്ടർ അടിച്ചു പോയി ഒരു അരമണിക്കൂറിനുള്ളിൽ, പുള്ളിനെ വിളിച്ച് പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഈ സുഗാമിൻ്റെ എൻ്റെ ഇൻവെർട്ടർ മാരത്ത് തന്നെ സ്റ്റാൻഡ് ബൈ ഒരു ഇൻവെർട്ടർ എനിക്ക് എത്തിച്ച് തരികയാണ് ചെയ്തത്. അപ്പോൾ ഇതേമാതിരത്തെ സർവീസൊക്കെ തരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അവരുടെ അടുത്തേ പോവുള്ളൂ. അപ്പോൾ ഇത്തിരി ഒരു 500 രൂപ 1000 രൂപ കൂടിയാലും നമുക്ക് ഇതേമാതിരത്തെ സർവീസ് കിട്ടുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ അടുത്ത് മേടിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എറണാകുളത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി ചെയ്തു തരും. അത്യാവശ്യം കുറേ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ കൊണ്ട് നടക്കുന്ന ടീമാണ്.
അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഇതിൻ്റെ ഫോളോ അപ്പ് എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ട്, ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവേത് ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.